Good afternoon. Good afternoon, teacher. Good afternoon, ma'am. 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 Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Okay, prayer ആരാണ്? Prayer. ഞാനാണ് മാം. Okay. They shall be showers of blessing. This is the promise of love. They shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us the falling, but for the showers we plead. They shall be showers of blessing. This is the promise of love. Okay, sign in ആരാണ്? Sign in. ഞാനാണ് മാം. പറയാം. ഒരു പാട്ട് പുറത്തിരിക്കുവായിരുന്നു. Okay, പറഞ്ഞോളൂ കേട്ടോ. Sign in പറഞ്ഞോളൂ. ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. Yes, sign in ആരാണ്? Sign in പറയൂ കേട്ടോ. Sign in please. പറയാൻ പറഞ്ഞ ആളെ ആണല്ലേ മാഡം? ഓക്കെ മാം. ഹലോ. പറഞ്ഞോളൂ കേട്ടോ. ഞാൻ വീഡിയോ അല്ലാതെ ചെയ്യോ? വീഡിയോ വരുന്നില്ല. Okay, ചെയ്തോളൂ. ഒരു മിനിറ്റ്. Okay, നൈസ. നിസ ഷിഹാബ് ആണോ? അതെ. ചെയ്യുന്നില്ല, കേൾക്കുന്നില്ലല്ലോ. നെറ്റ് പ്രോബ്ലം ആണ്. ഒരു മിനിറ്റ്. ഇപ്പൊ ശരിയാ?
കേക്കാവോ മാഡം? ഇപ്പൊ കേക്കാം, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോളൂ ട്ടോ. വീഡിയോ വരുന്നില്ല, വീട്ടിലില്ലാത്തോണ്ടാണ്. ഓക്കെ സാറില്ല. വൃത്തിയുള്ളൊരു കുഞ്ഞിക്കൈയിൽ വൃത്തിയുള്ളൊരു മാമ്പഴമുണ്ട്, മൂക്ക് വിടർത്തി മണത്തു നോക്കി ആഹാ ഓഹോ എന്ത് സുഗന്ധം. വൃത്തിയുള്ളൊരു കത്തിയെടുത്ത് വൃത്തിയുള്ളൊരു പാത്രത്തിൽ മുറിച്ചു വെച്ചു മുത്തശ്ശൻ തേന്മണമൂറും മാമ്പഴമുടനെ കുഞ്ഞിക്കൈയാൽ പെറുക്കിയെടുത്ത് കുഞ്ഞിപ്പല്ലാൽ കടിച്ചു തിന്ന് ആഹാ ഓഹോ എന്തു രുചി, മാമ്പഴത്തിൻ മധുര രുചി. ഓക്കെ. Then thought of the day. Thought ആരാ പറയുന്നേ? ഞാൻ മഹാത്മാഗാന്ധിയുടെ ഒരു തോട്ടാണ് പറയണേ. The future depends on what you do today. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. ആക്ഷൻ സോങ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ആക്ഷൻ സോങ് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ ചെയ്യാനായിട്ട്? മാം ആക്ഷൻ സോങ് ആണ് സൈൻ ഇൻ ചെയ്തത്. അത് ഓക്കെ, വേറെ ആരെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. വേറെ ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും തന്നെ ചെയ്യാം. 2-3 പേരായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുവാണെങ്കിൽ നല്ലതാണ് ആക്ഷൻ സോങ് ചെയ്യാനായിട്ടോ. ഓക്കെ, എല്ലാവരും തന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരാള് തന്നെ ചെയ്യണം എന്നല്ല, മാറി മാറി ചെയ്യാട്ടോ. 2-3 പേരൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യും, പഠിക്കാനും പറ്റും. ഒരു കളക്ഷൻ തന്നെ ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഒരു ചാപ്റ്റർ എടുത്ത് ക്ലോസ് ചെയ്തല്ലേ? അല്ലേ, ഫിനിഷ് ചെയ്തില്ലേ അത്? യെസ്, ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, ഒരു ടാബിൾ അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട്. അത് തന്നെ. ആക്ടിവിറ്റി എല്ലാവരും ചെയ്തിട്ടുണ്ടോ? മിസ്സേ, ഇവിടെ ഒരാൾക്ക് ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്, ഒന്ന് പാടിക്കോട്ടെ? പാടിക്കോളൂ, അതിനെന്താ, പാടിക്കോളൂ കേട്ടോ. പാടി. ഓക്കെ, നല്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടോ? ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, എന്നാ ഓരോരുത്തരായിട്ടൊന്ന് പ്രസന്റ് ചെയ്തേ ആക്ടിവിറ്റി. ഞാൻ പ്രസന്റ് ചെയ്യട്ടെ? ചെയ്തോളൂ. റസ്മിന അല്ലേ? യെസ്. ഓക്കെ, ചെയ്തോളൂ. ടേബിൾ വായിക്കണോ ആദ്യം? വായിച്ചോളൂ. ടേബിൾ വായിച്ചിട്ട് അനലൈസ് ചെയ്തോളൂ. ഫുഡ് സ്റ്റഫ് 1 to 3 years, 4 to 6 yearsന്റെ ഒരു ഡേയിലെ ഫുഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത് ടേബിളില്. പൾസസ് 150 grams 1 to 3 years, 4 to 6 years 200 grams, cereals 50 grams, 4 to 6 years 60 grams, green vegetables 50 grams 1 to 3 years, 4 to 6 years 75 grams, other vegetables 30 grams 1 to 3 years, 4 to 6 years 50 grams, fruits 1 to 3 years 50 grams, same തന്നെ 4 to 6 yearsനും 1 to 3 yearsനും ഫ്രൂട്ട്സ് സെയിം ആണ്. മിൽക്ക് 1 to 3 years 300 grams, 4 to 6 years 250 grams. 50 gram കുറയാണ് ചെയ്യുന്നത്. ഓയിൽ ആൻഡ് ഫാറ്റ് 1 to 3 years 20 grams, 4 to 6 years 25 grams. Meat and fish 1 to 3 years 30 grams, 4 to 6 years 30 grams. അതും സെയിം ആണ്. ഷുഗർ ആൻഡ് ജാഗറി 1 to 3 years 30 grams, 4 to 6 years 40 grams. മാം, എന്റെ അനാലിസിസ് വായിക്കട്ടെ?
From the table of the children's diet, we can understand all the types of foods we should include in our kids' meals. At this moment, we should make sure our kids are getting these foods. That is important. The table shows that the quantity of all food increases as the child grows from 3 to 6 years, except fruits, meats, and fish. However, in the case of milk, the quantity decreases by 50 grams. I didn't know the reason behind this, but I searched and found the answer. Older children need more nutrients like iron, fiber, and protein from solid foods like fruits, vegetables, grains, meats, rather than just milk. But age 1, children starts eating family foods. Milk becomes just one part of a balanced diet, not the main. Too much milk can cause iron deficiency because milk is low in iron. That's why the milk quantity decreases to 4 to 6 years. From the table, it's clear that milk and pulses are given more importance in the diet because their quantities are larger than other foods. The smallest quantities are for fats and oil, which are only around 20 to 25 grams. I think this is because of fat is stored in our body every day. So we need to consume less. These are my observation from the table, ma'am. ഓക്കെ വെരി ഗുഡ്. ദെൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ വായിച്ചപ്പോ? ഓക്കെ ആണ്. Yes, ma'am. അതിൽ മെയിൻ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മിൽക്കിന്റെ കണ്ടന്റ് വളരും തോറും കുറയാണ് ചെയ്യുന്നത്. മിൽക്ക് അത് കുറയാൻ കാരണം ചിൽഡ്രൻസിന് കൂടുതലായിട്ടും 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുഡ് കൊടുത്തു തുടങ്ങുമല്ലോ നമ്മള്. ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ ആ മിൽക്ക് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ അത് വെറുതെ വയറ് നിറയത്തേ ഉള്ളൂ. അത് അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊന്നും കുട്ടികളിൽ കിട്ടൂല. അപ്പൊ അതിന് പകരം അത് കുറച്ചിട്ട് ന്യൂട്രിയൻ ഫുഡ്സ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവരുടെ ഡയറ്റിൽ മിൽക്കിന്റെ ഗ്രാംസ് കുറയാൻ കാരണം. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആരാണ് എഴുതിയിട്ടുള്ളത്? ഞാൻ വായിക്കാം. അനലൈസ് ചെയ്താൽ മതി, ടേബിൾ വായിക്കണം എന്നില്ല കേട്ടോ. Okay. In this table, we can see the amount of pulses need is 150 gram for 1 to 3 years, and to 4 to 6 years, child need 200 grams. But the rate of cereals take only less increase of 10 grams. Green vegetables take some more high rate change for 25 grams. At 4 to 6 years, child needs 75 grams from 50 grams of 1 to 3 years. Also, other vegetables take small increase in rate as compared with 1 to 3 years, that is 20 grams. The rate of milk required is 300 grams for 1 to 3 years, but this rate is decreased to 250 grams when they grow to 4 to 6 years. Don't have large increase in requirement of oil, fat, sugar, and jaggery also. The rate of fruit, meal, and fish are same as in 1 to 3 years to 4 to 6 years. Milk and pulses take more importance. Okay, miss. Okay, okay, very good. Then next one. മാം ഞാൻ സബ്മിറ്റ് ചെയ്യട്ടെ? ചെയ്തോ. The balanced diet chart for children provides all essential nutrition in the right quality to support their physical growth and mental development and immunity. By including pulse, cereals, vegetables, fruits, milk, meat, or fish, fat, and jaggery in the correct proportion, children thrive well-rounded diet. This helps to prevent malnutrition, support of brain function, and to build a strong foundation for long life health. Parents and caregivers must ensure variety food. A balanced diet for children, including the right amount of cereals, pulse, vegetable, fruits, milks, and fat, etc. It's provide energy, builds muscles, boost immunity, boost and support brain development.
Proper nutrition in early childhood ensure healthy growth and mental development. Thank you. ഓക്കെ നെക്സ്റ്റ് ആരാണ്? മാം ഞാൻ പറയട്ടെ. ആ പറഞ്ഞോളൂ. A daily balanced diet is crucial for pre-primary school children aged 3 to 5 years to support their growth, development and energy needs. A well-nourished child is more likely to perform better academically, have improved cognitive functions, and maintain good overall health. A balanced diet for pre-primary school children should include a variety of food from different food groups. They include fruits and vegetables for essential vitamins and minerals, who grains like brown rice, and whole wheat bread and oats for fiber and energy. Protein sources like chicken, fish, egg and beans for growth and development. Daily products like milk and cheese for calcium and strong bones. Healthy fats like nuts and seeds in modern. A small daily means could include whole grains, cereal with milk and fruit for breakfast, veggie stick and humans for a mid, morning snacks and whole grain sandwich with veggies and protein for lunch. It's essential to limit sugary snacks and drinks. Encourage whole and unprocessed food, and ensure adequate hygiene. Parents and caregiver should consult with a pediatrician or nutrition to develop a personalized diet plan that meet the child's individual needs and address my food alliance for sensitivity. ഓക്കെ ഇനി ആരെങ്കിലും ഉണ്ടോ വായിക്കാനായിട്ട്? എനിവൺ? മാം ഞാൻ വായിക്കാം. ഓക്കെ കഫീദ വായിച്ചോളൂ. The children need nutritious food for their balanced growth and development. These are very important for growing children. Children need some food stuff like pulses, cereals, green vegetable, other vegetables and fruits, milk, oil and fat and meat, fish, sugar, jaggery, and etc. The 3-year child need all the foodstuffs, very small quantity, and 4 and 6 years child needs 2. The comparison become the children's are milk need 300 grams and the fruits are equal rate and the meat and fish are same too. The children's are need fiber and iron and protein, vitamins, etc. They need to eat these types of food, and there did not like children's. We can add cheese and butter and other dairy product add to their foods. They need to eat these types of foods. Thank you. ഓക്കെ ഓക്കെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. മാഡം ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ഞാന് വർക്ക് ചെയ്യണ്ടേ, ഓട്ടിസം സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മാഡത്തിന്റെ ക്ലാസ് ഫ്രൈഡേയിലേ ഉണ്ടാവാറ്. അപ്പൊ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ ഞാൻ അവിടെ ഓഫീസിലാണ്. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താം. ഓക്കെ ഇന്ന് ആയതുകൊണ്ടാണ് ഞാൻ കെയർ ചെയ്ത് കേട്ടോ. ഓക്കെ അപ്പൊ ഞാൻ ഫ്രൈഡേ അല്ലേ വിചാരിച്ചിട്ട് അത് എടുത്തില്ല ബുക്കിലേ. അതിന്റെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ താങ്ക് യു മാം. ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ കേട്ടോ. 4 to 6 years old age children need pulses, cereals, green vegetables, other vegetables,
oil, fats, and sugar and sugar is more than aged group 1 to 3 years. Then fruits and milk, fish, these are both the age group children needed equal quantity, same quantity. Then milk is more 4 to 6 years age children need 50 grams of milk less than that needed by children aged 1 to 3 years. Oh. Okay. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ് 7 ഹെൽത്ത് കെയർ ആണ് കേട്ടോ. യൂണിറ്റ് 7 എടുത്തിട്ടുണ്ടോ? ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ കടക്കുന്നതിന് മുമ്പായിട്ട് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിലോട്ട് നമുക്ക് കടക്കാം. അതായത് നിങ്ങൾക്കൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും, കേട്ടുകേൾവിയുള്ളതായിരിക്കാം. WHO നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? WHO ആർക്കെങ്കിലും അറിയാമോ? ലോകാരോഗ്യ സംഘടനയാണ് അല്ലെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവരുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട് ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. ആർക്കെങ്കിലും അറിയാമോ? എനിവൺ? മലയാളത്തിലാണെങ്കിൽ രോഗമില്ലാത്ത ഒരു അവസ്ഥ, അതാണ് ആരോഗ്യമെന്ന് പറയുന്നത്. രോഗമില്ലാത്ത ഒരവസ്ഥ. ഓക്കെ, അത് മാത്രമല്ല അവര് പറഞ്ഞേക്കുന്നത്, വേറെയും ചേർത്തിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. ആർക്കെങ്കിലും അറിയാമോ? മാം ഞാൻ പറയട്ടെ മാം. WHO പറയണത് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. വെൽനെസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് physical, mental, and social wellness, beginning not merely the absence of disease or infirmity. ആണോ മിസ്? അതായത് ഞാൻ ചുരുക്കി പറയാം. WHO defines health as a mental, physical and social well-being. നിങ്ങളൊരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അതൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതല്ലേ? അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ജിഷാ മിസ്സാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇല്ലേ? WHO ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് തന്നെ അതിനകത്ത് വരുന്നത്. WHO പറഞ്ഞിരിക്കുന്നത്, ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതി അല്ലെങ്കിൽ വെൽബീയിങ് എന്നാണ് അല്ലെ. അതായത് ഒരു മനുഷ്യൻ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അവന്റെ ഒരു ശാരീരികപരമായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് അവനുണ്ടെങ്കിൽ, മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ് ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുക? അവൻ പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണെന്ന് പറയാനായിട്ട് സാധിക്കാം. ഇവിടെ പറയുന്നുണ്ട്, ആരോഗ്യം എന്നത് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല അല്ലെ. അതായത് നമുക്ക് രോഗമില്ല, നമ്മൾ ഓക്കെയാണ്, നമ്മൾക്ക് എന്താണ് ഫിസിക്കലി യാതൊരു പ്രശ്നമില്ല, നമ്മൾ ഫിറ്റ് ആണ്, നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്, നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ശരീരം ഓക്കെയാണ് അല്ലെ, ഫിസിക്കൽ ഫിറ്റ്നസ് അവിടെ ഉണ്ടാകാം. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് എന്തുണ്ടാവണം എന്നില്ല, നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയണമെന്ന് ഇല്ല അല്ലെ. പക്ഷെ നമുക്ക് മാനസിക ആരോഗ്യവും കൂടി വേണം അല്ലെ. നമ്മുടെ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. നമുക്ക് കുറെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എന്തുണ്ടാവണം എന്നില്ല, മനസ്സിന് സുഖവും സമാധാനം സന്തോഷവും ലഭിക്കണം എന്നില്ല അല്ലെ. ആണോ? അങ്ങനെ ഉണ്ടോ? ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് ഓക്കെ ആവോ? കുറച്ച് സഹായിക്കും കേട്ടോ, പൂർണ്ണമായിട്ട്
നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടൊക്കെ കുറച്ച് നമ്മുടെ മനസ്സിന് ചിലപ്പോൾ, അതായത് നമുക്ക് ശാരീരികമായിട്ട് ഉണർവുണ്ടെങ്കിൽ, എനർജറ്റിക് ആവുന്നുണ്ടെങ്കിൽ അത് മനസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് മാനസികാരോഗ്യം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല ഫിസിക്കലി ഫിറ്റ് ആയ ഒരാൾക്ക്, അല്ലെ? അതിന് പലവിധ കാരണങ്ങളുണ്ട്, അല്ലെ? അതായത് നമുക്ക് എന്താ പറയാ, നമ്മള് മനസ്സിന് നല്ല രീതിയിൽ നമ്മൾക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങള് നല്ലതായിരിക്കണം, അല്ലെ? നമ്മുടെ ചുറ്റുമുള്ള ഫാമിലി നല്ലതായിരിക്കണം, നമ്മുടെ സിറ്റുവേഷൻസ് നല്ലതായിരിക്കണം, അല്ലെ? എന്താ പറയാ, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിന് നല്ല നല്ല അതായത് എന്താ പറയാ നല്ല സന്തോഷമുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവുക. മനസ്സിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് സോഷ്യൽ വെൽബീയിങ്. അതായത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്, മെന്റലി നമ്മൾ ഓക്കെയാണ്, പക്ഷെ നമ്മൾ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു ഹെൽത്തി വെൽബീയിങ് ആവോ? ഒറ്റപ്പെട്ടിരിക്കുകയാണ് എപ്പോഴും, ഒരു ഇന്ററാക്ഷനും ഇല്ല. അപ്പൊ നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ? ഓക്കെ. അതായത് വലിയ വീടുണ്ട്, കാറുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ കയ്യില് ധാരാളം പൈസ ഉണ്ട് എന്ന് വിചാരിച്ച ആർക്കും ഹെൽത്ത് ഉണ്ടാവണം എന്നില്ല, അല്ലെ? എന്താ പറയാ, ഇപ്പൊ വലിയ വീടും കാറും അതുപോലെ ധാരാളം സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ള ആള്, അയാള് ജോലി സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് അയാള് വെല്ലല്ല, അതായത് അവിടെയുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല, വേണ്ട രീതിയിലുള്ള കൺസിഡറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം വെല്ലല്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോ സുഖം, സമാധാനം, സന്തോഷം, ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഓക്കെ ആവുക. ഓക്കെ. കുറെ കാര്യങ്ങളുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയായിട്ട് എപ്പോഴും വഴക്കാണ്, അയാൾ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? വെൽനെസിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് അല്ലേ മാം അത്? വെൽനെസിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്. ഓക്കെ. അപ്പോ ഇത്തരത്തില് എന്താ പറയാ ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താ പറയാ, നമ്മൾ ഒരാളെ ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ സോഷ്യലി ഇന്ററാക്റ്റഡ് ആവണം, ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, മെന്റലി ഡെവലപ്മെന്റ് ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങൾ 3 കാര്യങ്ങളൊക്കെ ചേരുമ്പോഴാണ് നമ്മൾക്ക് എന്തുണ്ടാവുക, നമുക്ക് ആരോഗ്യം എന്നുള്ളത് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അതാണ് WHO അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇഫക്ട് ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ പറ്റുമോ? ഫിസിക്കലി ഫിറ്റ് ആവോ? നമ്മുടെ ശരീരം ഓക്കെ ആവോ രോഗങ്ങൾ വന്നു കഴിഞ്ഞാല്? ഇല്ല. നമുക്ക് ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ വീക്ക് ആവും, അല്ലെ? രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോ ചില രോഗങ്ങള് എന്താ പറയാ നമ്മുടെ ശരീരം എന്താ പറയാ നമ്മുടെ ബോഡിയെ വല്ലാണ്ട് വീക്കാക്കും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും, അല്ലെ? രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി മാത്രമല്ല വീക്കാവുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മൾ വിചാരിക്കും, അയ്യോ ഇതെന്ത് രോഗമാണ്, ഞാൻ മരിക്കോ, എനിക്ക് സീരിയസ് ആണോ, അങ്ങനെയൊക്കെ വിചാരിക്കാറില്ല. എന്തെങ്കിലും രോഗങ്ങൾ പുതുതായിട്ടൊക്കെ നമുക്ക് വരുമ്പോഴ്, ഇല്ലേ? വിചാരിക്കാറുണ്ടോ? സാധാരണ പനിയും ചുമയും പോലും അല്ല, എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ഇതെന്ത് രോഗമാണ്, ഇതുവരെ കാണാത്ത സിംറ്റംസ് ആണല്ലോ, എന്തെങ്കിലും സീരിയസ് ആണോ എനിക്ക്, അതാണോ ഇതാണോ, അങ്ങനെയുള്ള ധാരാളം ആശങ്കകള് നമ്മുടെ മനസ്സിൽ ഉണ്ടാകും, അല്ലെ? അപ്പൊ ഇത്തരത്തില് രോഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ എന്താ പറയാ ശാരീരികമായിട്ട് വീക്കാക്കുന്ന ഒരു കാരണമാണ് ഈ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോ പലതരത്തിലാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെ? അതിനകത്ത് ഒരു കാറ്റഗറി ഞാൻ പറയാം, നിങ്ങൾ പറയണം കേട്ടോ. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡ്. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡ്, അതായത് ഈ രോഗങ്ങൾക്ക് കാരണമാകുന്ന ചില സൂക്ഷ്മ ജീവികളുണ്ട്. ഏതാണ് ആ സൂക്ഷ്മ ജീവികള്? മൈക്രോ ഓർഗാനിസം. നമ്മുടെ വൈറസ്, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗി ഉണ്ട്, പ്രോട്ടോസോവ. ഓക്കെ. അപ്പൊ ഇത്തരം ചില മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡ് ബാക്ടീരിയ,
virus, fungi, and protozoa. Okay, clear ആണോ? മാം ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞ Protozoa, protozoa. പ്രോട്ടോസോവ. Protozoa. മാം ഒന്നും കൂടെ പറയാവോ ഈ പറഞ്ഞത്? Okay. Disease causing microorganism include disease causing microorganism include Include bacteria, virus, fungi, protozoa. മാം ബാക്ടീരിയ, ഫംഗസ്, വൈറസ് കേട്ടിട്ടുണ്ട്. ഈ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗം എന്താ? പ്രോട്ടോസോവ ഉണ്ട്, രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഏതാണെന്ന് ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പ്രോട്ടോസോവ ഒരു രോഗകാരിയാണ്. മലമ്പനി. പ്രോട്ടോസോവ എനിമൽസിൽ നിന്നൊക്കെ, എന്താ? എനിമൽസിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണോ പ്രോട്ടോസോവയോ? പ്രോട്ടോസോവ ഒരു രോഗകാരിയാണ്. ബാക്ടീരിയ പോലെ, വൈറസ് പോലെ, ഫംഗി പോലുള്ള ഒരു രോഗകാരിയാണ്. രോഗങ്ങളുണ്ട് പ്രോട്ടോസോവ പരത്തുന്നത് കേട്ടോ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് പ്രത്യേകം എടുത്തു പറയാനായിട്ട് ഓർമ്മ വരുന്നില്ല. പ്രോട്ടോസോവ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കുക. പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ. Then next ഒരു കാറ്റഗറി പറയുന്നത് ഡിസീസ് ദാറ്റ് is spread very quickly are generally known as. അതായത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരുണ്ട്. കേട്ടിട്ടുണ്ടോ? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങള്. വൈറൽ ഫീവർ, എപ്പിഡമിക് ആണോ മാം? എപ്പിഡമിക്. വൈറൽ ഫീവർ. എപ്പിഡമിക് ആണ്. എപ്പിഡമിക് എന്ന് പറയാ കാറ്റഗറി കേട്ടോ. അത് എഴുതിക്കോളൂ നിങ്ങള്. ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ്. ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ്. പ്രോട്ടോസോവ കഴിഞ്ഞാണോ? പ്രോട്ടോസോവ അത് വേറെ കാറ്റഗറിയാണ്. ഇത് രണ്ടാമത് പറയുന്നതാണ് കേട്ടോ ഞാൻ. ഡിസീസ് ദാറ്റ് സ്പ്രെഡ്. ഡിസീസ്. പ്രോട്ടോസോവ എന്തിന് ഉദാഹരണമാണ്? മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. അത് അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇത് വേറെയാണ്. ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ് very quickly are generally known as. Disease that is spread very quickly are generally known as. എന്താണ്? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? എപ്പിഡമിക്. കേട്ടിട്ടുണ്ടോ? എപ്പിഡമിക് കേട്ടോ. മാം സ്പെല്ലിംഗ് EPIDEMIC. 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 Okay. Then അടുത്തൊരു കാറ്റഗറിയാണ്. ഞാനത് ആദ്യം പറയാം. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യാം കേട്ടോ. Diseases are known to exist in society for a long time and cannot be completely eradicated. Okay, സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എൻഡമിക്. എൻഡമിക്. വെരി ഗുഡ്. എൻഡമിക് ആണ് കേട്ടോ. എഴുതിക്കോളൂ കേട്ടോ. Diseases are known to exist in society. Diseases are known to exist in society for a long time
for a long time and cannot be completely eradicated and cannot be completely eradicated. മാം നേരത്തെ പ്രോട്ടീസോയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് മലമ്പനിയാണെന്ന് തോന്നുന്നു. മലമ്പനി രോഗത്തിന് കാരണം. അപ്പൊ എൻഡമിക് എന്ന് എഴുതാട്ടോ. എൻഡമിക്. Eradicate. Completely eradicated. Completely eradicated. Cannot be completely. അതായത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ സാധിക്കാത്ത. മാം എൻഡമിക് ആണ് കേട്ടോ. എൻഡമിക്. Endemic ആണോ? Endemic. 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 ഫാത്തിമ EA ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, എഴുതിയോ? എഴുതി മാം. ഓക്കെ. Then അടുത്തൊരു കാര്യം നിങ്ങൾക്ക് പറയാം. അടുത്തൊരു കാറ്റഗറിയാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഡിസീസ് ഓഫ് അൺനോൺ കോസ് ആർ നോൺ ആസ്, അതായത് കാരണം അറിയാത്ത രോഗങ്ങൾ കേട്ടോ. അൺനോൺ, UNKNOWN. ഡിസീസ് ഓഫ് അൺനോൺ, UNKNOWN. കോസ് ആർ, കാരണം. USC, cause. Are known as, disease of unknown cause are known as. കാരണമറിയാത്ത രോഗങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നേ അറിയാമോ? ക്രിപ്റ്റോജനിക് ഡിസീസസ്. ക്രിപ്റ്റോജനിക് ഡിസീസസ്. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞോ മാം? CRY PTO GENIC. ക്രിപ്റ്റോജനിക്. മാം നമ്മൾ ഈ ഡിസീസിന്റെ പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കണോ? വേണ്ട വേണ്ട. നേരത്തെ എൻഡമിക് കോവിഡ് അതിൽ വരുമോ? എൻഡമിക് കോവിഡ് ഞാൻ പറയാം, കോവിഡിന്റെ കാര്യം പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്രിപ്റ്റോജനിക് എഴുതി അല്ലെ. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി. എന്തായാലും അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ഏതാ? പാൻഡമിക്. പാൻഡമിക് ആണ് കോവിഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കല്ലേ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരുന്നത്? ഓർമ്മയില്ലേ നിങ്ങൾ? കോവിഡ് ടൈം ഓർത്തു വെക്കിയേ ആണ് അല്ലെ? അപ്പൊ പാൻഡമിക് ആണത് കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് rapidly from one country to another. Pandemic.
Pandemic. Pandemic. Pandemic. One country to Another. Another. Then അടുത്തൊരു കാറ്റഗറി ആണ് പറയുന്നത് ഡിസീസസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെടുക? എന്ത് പേരിലാണ് അറിയപ്പെടുക? സുണോസിസ് ആണോ മാം? സോണോസിസ്. സോണോസിസ് ആണ് കേട്ടോ. അപ്പൊ അത് എഴുതിക്കോളൂ. ഡിസീസസ് ദാറ്റ് ആർ transmitted from. Diseases that are transmitted from animals to humans. Animals to humans. Zoonosis കേട്ടോ. Zoonosis. 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 മാം അഞ്ചാമത്തെ ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഡിസീസ് ദാറ്റ് അല്ലേ, ഡിസീസ് ദാറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി. പാൻഡമിക്. ഇപ്പൊ അടുത്തത് പറഞ്ഞ ഇത് അടുത്തത് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഡിസീസ് ദാറ്റ് ആർ അല്ലേ? ഡിസീസ് എന്നല്ലേ പറഞ്ഞ? ഡിസീസ് എന്നാണോ ഡിസീസ് എന്നാണോ പറഞ്ഞത്? ഡിസീസസ്. ഓക്കെ. Okay. The next last category വരുന്നത് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും. Diseases caused by wrong lifestyle. ഏതാ? ജീവിതശൈലി രോഗങ്ങൾ. ഡയബറ്റിക്. ലൈഫ്സ്റ്റൈൽ ഡിസീസസ് അല്ലേ? ഓക്കെ. അതായത് തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ജീവിതശൈലി രോഗങ്ങൾ അല്ലെ? ഓക്കെ. ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ ആർ കോൾഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട് വരിക? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഡയബറ്റിക്, PCOD, ഫാറ്റി ലിവർ. ഡയബറ്റീസ് വരും. ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ. ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ? മാം BP വരുമോ? BP ഏതാണ്? BP വരുമോ? BP ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ പറഞ്ഞല്ലോ. BP വരും കേട്ടോ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് BP. ഓക്കെ. ക്യാൻസർ വരുമോ? ക്യാൻസർ വരൂ? ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ. ജീവിതശൈലി രോഗമാണ്. തൈറോയിഡ് വരും. തൈറോയിഡ് ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ വരും, ജീവിതശൈലി രോഗമാണ്. പിന്നെ കൊളസ്ട്രോള്. കൊളസ്ട്രോൾ ജീവിതശൈലി രോഗമാണ്. കൊളസ്ട്രോൾ വരും. കിഡ്നി സ്റ്റോൺ നമുക്ക് ഓക്കെ ഏകദേശം പറയാനായിട്ട് പറ്റും കിഡ്നി സ്റ്റോണിന്റെ കാര്യം. എന്നാലും ഇപ്പൊ ശരിയാണ്, കുറച്ച് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തൊരു ഓർഗാനിക് കാൽസ്യം അടിഞ്ഞുകൂടുന്നതാണല്ലോ കൂടുതലായിട്ട്. നമുക്കത് വേണമെങ്കിൽ പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പറയാനായിട്ട് പറ്റില്ല കേട്ടോ കിഡ്നി സ്റ്റോൺ.
നമുക്ക് ക്യാൻസർ പറയാം, ഡയബറ്റീസ് പറയാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഡയബറ്റീസ് പറയാം, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ പറയാം, ക്യാൻസർ പറയാം, തൈറോയ്ഡ് പറയാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്ന PCOD, PCOS പോലുള്ള രോഗങ്ങൾ പറയാം. അതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അസിഡിറ്റി ഫാറ്റി ലിവർ അതിൽ പെടുമല്ലോ മിസ്? ഫാറ്റി ലിവർ കേട്ടില്ല. ഫാറ്റി ലിവറും അതിൽ പെടുമല്ലോ? ഫാറ്റി ലിവർ പെടും കേട്ടോ. ഫാറ്റി ലിവർ അതിൽ പെടുമല്ലോ? ഫാറ്റി ലിവർ ഇതാണ്, ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ. മാം അതിന്റെ നിർവചനം ഒന്നുകൂടെ പറഞ്ഞേ. എന്താണോ ഒന്നുകൂടി പറയണമെന്നോ? നിർവചനം, അതിന്റെ ഡെഫിനിഷൻ. എന്തിന്റെ ഡെഫിനിഷൻ? ലൈഫ് സ്റ്റൈലിന്റെ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തൊക്കെയാണെന്ന് അല്ലെ? ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഒബിസിറ്റി, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഫാറ്റി ലിവർ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, PCOD, PCOS ഉണ്ട്. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞല്ലേ. ഇതിനകത്ത് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ? അതറിയട്ടെ ഒന്നു. തൈറോയ്ഡ് ഉണ്ട്, ഷുഗർ ഉണ്ട് മാഡം. ഷുഗർ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട് അല്ലേ? ഉമൈറ അല്ലെ? ഉമൈറയാണോ? അതെ അതെ. ഉമൈറ എത്ര നാളായിട്ട് തൈറോയ്ഡ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നു? 8 വർഷം. 8 വർഷം അല്ലേ? ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട് അല്ലേ? ഹൈപ്പർ തൈറോയിഡിസം ആണോ ഹൈപ്പോ തൈറോയിഡിസം ആണോ? ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഓക്കെ, എന്താണ് സിംറ്റംസ് ഒക്കെ കണ്ടത്? എന്തായിരുന്നു? എന്റെ കഴുത്തിൽ മുഴ പോലെ തോന്നുക, പിന്നെ എനിക്ക് ക്ഷീണം, പിന്നെ നമ്മളുടെ ഇതൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും നമുക്ക് ഒരു ജോലി ചെയ്യാനൊന്നും നമുക്ക് വയ്യ, എപ്പോഴും ക്ഷീണായിട്ട് തന്നെ അനുഭവപ്പെടുക അങ്ങനെ. പിന്നെ ഡെലിവറി ഒക്കെ നല്ല നമുക്ക് ഭയങ്കര ഇത് വരും, അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട് ഇതിന്. പറഞ്ഞോ. എനിക്കുണ്ട് മിസ് തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡ്സ് ആണ് എനിക്ക്. ശരീരമൊക്കെ നന്നായിട്ട് ക്ഷീണം വരും, വിയർപ്പ് വരും. എനിക്ക് 5 വർഷമായിട്ട് തുടങ്ങിയതാ. ഞാൻ അറിഞ്ഞത് 1ാമത്തെ പെരുന്ന സമയത്ത് അബോർഷൻ ആയിപ്പോയി. അപ്പോഴേ 99 ഇത്ര ഉണ്ടായിരുന്നു. അപ്പം മേഡം പറഞ്ഞു ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് തൈറോയിഡിന്റെ ഗുളിക കഴിച്ചിട്ട് നോർമലായി മാത്രമേ ഒക്കെ 2ാമത്തെ പ്രഗ്നൻസിയിലേക്ക് കടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിന്. പീരിയഡ്സ് ഒന്നും കൃത്യാവില്ല നമുക്ക്. ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യട്ടെ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവാ, ഇടക്കിടക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, രണ്ടുപേരും. ഓക്കെ, ഡയബറ്റീസിന്റെ പ്രശ്നമുള്ളവർ ആരാണ് ഇതിനകത്ത്? ഡയബറ്റീസ്, എനിക്ക് ഷുഗറും തൈറോയിഡും. ഷുഗറും തൈറോയിഡും ഉണ്ടല്ലേ? രണ്ടിനും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. രണ്ടും ഡെലിവറി ടൈമിൽ വന്നതാണ് മാഡം. അതുവരെ നമ്മളെല്ലാം മാസം ചെക്കപ്പ് ചെയ്യുമ്പോഴൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡെലിവറി ടൈമിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് ഈ കുട്ടിയുടെ വയറ്റിൽ വെള്ളം കൂടുതലായിരിക്കണമെന്ന് പറഞ്ഞ് എന്താണ് നോക്കിയപ്പോഴാണ് തൈറോയിഡ് അപ്പൊ കുറച്ച് കൂടുതലും നമുക്ക് ഷുഗറും അപ്പോഴാണ് കണ്ടത്. അപ്പൊ എല്ലാവരും പറഞ്ഞു ചിലപ്പോ അത് ഡെലിവറി കഴിഞ്ഞാൽ പോകുന്നേ. പക്ഷെ പിന്നെ ഒരു 2-3 മാസമൊന്നും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേശ്ശെ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ 14 വർഷമായി, മോൾക്ക് 15 വയസ്സായി. 10 തൊട്ടിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അതെല്ലേ? PCOD പ്രോബ്ലം ഉള്ളവര് ആരെങ്കിലും ഉണ്ടോ? PCOD, PCOS? എനിക്കുണ്ടായിരുന്നു മാം, പക്ഷെ ഇപ്പൊ ഇല്ല. ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് കുറച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നല്ലപോലെ നടക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇല്ല, നല്ലതുപോലെ വെയിറ്റ് കുറച്ച് ഞാൻ. എനിക്ക് 60 ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ 50 ആക്കി. ഇപ്പം കുഴപ്പമില്ല. നല്ലതുപോലെ വർക്ക്ഔട്ട് ചെയ്താൽ മതി, നല്ലതുപോലെ.
നമ്മുടെ ശരീരം അങ്ങനെ രാവിലെ നടക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ അങ്ങനെ ഞാൻ ചെയ്തപ്പോ എനിക്ക് മാറി 10 കിലോ കുറഞ്ഞു. പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. വെരിക്കോസിന്റെ പ്രോബ്ലം ഉണ്ട് മാം, പിന്നെ ഫാറ്റി ലിവർ. പ്രോബ്ലം ഉണ്ട് അല്ലെ? എന്താണ് അതിന്റെ സിംറ്റംസ് ഒക്കെ? ഈ വെരിക്കോസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഒന്ന് പറയാമോ? അത് പ്രഗ്നന്റ് ആയ സമയത്താണ് ഉണ്ടായത്. പിന്നെ ഞരമ്പെല്ലാം ഇങ്ങനെ കെട്ടുപിണഞ്ഞതുപോലെ വീർത്തിരിക്കുക, പിന്നെ ഭയങ്കര നീര്, പിന്നെ നമ്മുടെ കാലിന്റെ ഒരു ഭാഗം തേയ്മാനം വന്നതുപോലെ തേഞ്ഞിരിക്കുക കാല്. എന്നിട്ട് ഒരു ഭാഗത്ത് ഇതെല്ലാം കൂടെ മുഴച്ചിരിക്കും, ഭയങ്കര വേദന, നടക്കാനൊന്നും പറ്റത്തില്ല, ഒരുപാട് വർക്കൗട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്ന പോലെ തന്നെ? വെരിക്കോസ് പല വിധത്തിലുണ്ട് മാം. എനിക്കുണ്ട് വെരിക്കോസ്, പക്ഷെ കാലിലും അങ്ങനെയൊന്നുമല്ല. എന്റെ പ്രഗ്നൻസി ടൈം, പ്രസവ സമയത്ത് 9th മന്ത് വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നോർമൽ ഡെലിവറി ആവുമെന്ന് പറഞ്ഞതാ. അപ്പോ പ്രസവ സമയത്ത് അവര് PV ചെയ്യുമല്ലോ, അപ്പൊ ആ സമയത്താണ് എന്റെ ബ്ലീഡിങ് ആയിട്ട് അപ്പോഴാണ് അവർ പറയുന്നത് അവിടെയാണ് നരമ്പുള്ളത്. കാലിന്റെ താഴോട്ടും പ്രസവിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് നരമ്പുള്ളത്. അതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് എന്റെ കുട്ടീനെ എടുത്തത്. അപ്പൊ സെക്കൻഡ് ഡെലിവറി സമയത്തും സെക്കൻഡ് മോനെ പ്രഗ്നന്റ് ആയ സമയത്തും ഫസ്റ്റ് ഒന്നും ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല. കാരണം 5 years കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ക്യാരി ചെയ്തത്. പക്ഷെ അതും ഫസ്റ്റ് ടൈമിൽ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രസവിക്കാൻ പറ്റും തന്നെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഔട്ട് ആവുമ്പോൾ വീണ്ടും ഇതേ പ്രോബ്ലം തന്നെ. അപ്പൊ അവരെ ടച്ച് ചെയ്യാൻ തന്നെ അവർക്ക് പേടിയായിരുന്നു. കാരണം ഇത് പൊട്ടിപ്പോവും, ബ്ലീഡിങ് ആവുമെന്ന്, 2 ബ്ലഡും കൂടി മനസ്സിലാവാണ്ടാവും പോലും. നോർമൽ ബോഡിയിലെ ബ്ലഡാണ് ഈ നരമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക. ഇപ്പൊ മറ്റേ 2 ബ്ലഡും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാണ്ടായി പോകും. അപ്പോ ഇത് നല്ല പെയിനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കിടക്കയിൽ തന്നെ അങ്ങനെ കിടത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കുക ചെയ്തത്. കാരണം അത് പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ഏത് ബ്ലഡാ വരുന്നതെന്നുള്ളത്. ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കിടക്കാനും തിരിഞ്ഞു കിടക്കാനും. കാലിന് മസിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്തു തരേണ്ടി വരും. പിന്നെ ഇതുള്ളത് കൊണ്ട് തന്നെ പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്ക് എല്ലാ പീരിയഡ്സ് സമയത്തും ആദ്യത്തെ 2-3 ദിവസം നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നരമ്പ് മൊത്തമായിട്ട് അത് കാലിലേക്ക് ഇറങ്ങി വരുന്ന പോലത്തെ ഫീൽ ആയിരിക്കും. ആ പീരിയഡ്സിന്റെ 2-3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാല് ആ ബുദ്ധിമുട്ട് മാറും. പക്ഷെ അതെന്തോന്നറിയില്ല, ആ ബ്ലഡ് മൊത്തമായിട്ട് ആ വെയിൻസ് എല്ലാം ഇങ്ങനെ താഴോട്ടേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യും. കാലിന്റെ അടുത്തേക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, കാല് രണ്ടും. പല വിധത്തിലുണ്ടാവും ഈ വെരിക്കോസിന്റെ ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഇങ്ങനെ നരമ്പ് ചുരുണ്ടുകൂടി കിടക്കുക, അവിടെ ബ്ലാക്ക് ആയിട്ട് നിൽക്കുക, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. അവിടത്തേക്ക് ബ്ലഡ് പോവാതെ ആവുമ്പോ അവിടെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കിടക്കും. അങ്ങനത്തെ പല തരത്തിലാണ് ഈ വെയിന്റെ. ചിലവർക്ക് പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ ആവും ചില ആൾക്കാർക്ക്. എല്ലാവർക്കും ഒരുപോലെ എല്ലാം ഉണ്ടാവുക ഈ വെയിന്. എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവല്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒബിസിറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ടോ? അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ആർക്കുമില്ല? ഓക്കെ ഓക്കെ. അപ്പോ ഇത്തരം രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രോഗങ്ങളാണ് ഇതൊക്കെ. അതായത് പൂർണ്ണമായിട്ട് നമുക്ക് ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഇതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? പൂർണ്ണമായിട്ട് ടാബ്ലറ്റ് നമ്മൾ ഇൻടേക്ക് ചെയ്താൽ ഇത് കുറയ്ക്കാൻ പറ്റുമോ ഇത്തരം രോഗങ്ങള്? ഇല്ല അല്ലേ? മാമിന് ലൈഫ് സ്റ്റൈലിനേക്കാൾ ഉപരി ഇങ്ങനത്തെ രോഗങ്ങൾ പാരമ്പര്യ രോഗമാണ് ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരമ്പര്യമായിട്ടല്ലേ ഇത് അധികം കിട്ടുന്നത്? പാരമ്പര്യം വരാം. പക്ഷെ നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി കൊണ്ടാണ് അതിന്റെ ആ ഒരു തീവ്രത, ഡെൻസിറ്റി ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഇത് കൂടുന്നത്.
കേട്ടോ. പാരമ്പര്യം വരാം. ഇപ്പൊ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്. രണ്ടാമത് നമ്മുടെ പാരമ്പര്യം, അതായത് ജനറ്റിക്സ് ആയിട്ട് ഇപ്പോ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാർക്കോ അമ്മൂമ്മ അങ്ങനെ, അതായത് ആ ഒരു ജനറ്റിക് ഓർഡറിൽ വരുന്ന തരം ക്യാൻസറുകൾ ഉണ്ട്. ഇപ്പൊ അച്ഛനും അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മക്കൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കാം. അങ്ങനെയുണ്ട്. അത് കൂടാതെ തന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒരു ഫാമിലിയിലെ അവരുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ആർക്കും തന്നെ ക്യാൻസർ വന്നിട്ടില്ല, ഇവർക്ക് മാത്രം വന്നിരിക്കുന്നു. അത് ചിലപ്പോൾ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കാം. അപ്പൊ 2 തരത്തിൽ വരാം. പിന്നെ ഈ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് മുതിർന്നത് അച്ഛനമ്മമാർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്കും വരാം. അത് പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഒരുവിധം നമ്മുടെ ഈ ഒരു തെറ്റായിട്ടുള്ള ജീവിതശൈലി നമ്മളൊന്ന് പ്രിവെന്റ് ചെയ്യുന്നതിലൂടെ ഒരുവിധം രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും കേട്ടോ. ആ ഒരു ഇതുണ്ട്, ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നതാണ്. നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റി പിടിച്ചാൽ നമുക്ക് ഏറെക്കുറെ നമുക്ക് രോഗങ്ങളൊക്കെ മാറ്റി നിർത്താനായിട്ട് പറ്റും. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ആസ്മ പാരമ്പര്യമാണ്. പാരമ്പര്യം ഉള്ളതുണ്ട്, എന്നാൽ അല്ലാത്തതുണ്ട്. ഇപ്പൊ ചിലർക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ട്. ഇപ്പൊ എനിക്ക് ആസ്മ ഉള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് പാരമ്പര്യമായിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ആസ്മ ഇല്ല, പക്ഷെ എനിക്ക് ആസ്മയുണ്ട്. പക്ഷെ എന്റെ മോനും ഉണ്ട് ആസ്മ കേട്ടോ. അപ്പൊ ഇപ്പൊ എന്റെ നിന്നാണ് അവനെ അത് കിട്ടിയിരിക്കുന്നത്. അത് എന്താ പറയാ, അതൊരു പാരമ്പര്യമാണെന്ന് പറയാം. പക്ഷെ എനിക്ക് അലർജിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ അങ്ങനെയുള്ള പുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് എനിക്കത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ചിലതിൽ നമുക്ക് പാരമ്പര്യം പറയാം, എന്നാൽ ചിലതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ ചില കാരണങ്ങൾ മൂലം എന്താണ് ഉണ്ടാവുന്നതാണ്. 2 തരത്തിൽ നമുക്ക് അതങ്ങനെ പറയാനായിട്ട് പറ്റും. പിന്നെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഷുഗർ, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ പാരന്റ്സിന്, ഇപ്പൊ ഒരു കുട്ടിക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ചിലപ്പോ ചാൻസ് കൂടുതലാണ്. അതായത് കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ, അച്ഛനമ്മമാർക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. എന്നാൽ ഭൂരിഭാഗം പേരിൽ അങ്ങനെ പറയുന്നില്ല, ചിലർക്കൊക്കെ ഉണ്ടാവാതിരിക്കാം. അതൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ശരിയാക്കിയാൽ മാത്രമാണ് ഇത്തരം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ പാരമ്പര്യം, ഒരു അച്ഛനമ്മയും ഷുഗർ പേഷ്യൻസ് ആണ്. ഓക്കെ, അപ്പോ മോന് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് സ്റ്റൈൽ കൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് ഒട്ടുമിക്ക ആളുകളോടും, ഇപ്പൊ കൺസൾട്ടേഷന് വരുന്ന ഒട്ടുമിക്ക ആളുകളോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ആക്കണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കേണ്ടത്, ഓക്കെ, നന്നായിട്ട് ഉറങ്ങണം, വെള്ളം കുടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായിട്ടുള്ള ജീവിതശൈലിയിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിത ശൈലിയിലേക്ക് അവര് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ കുറെ നാളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ ഒരു 10 ദിവസം നമ്മളൊരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സ്വാഭാവികമായിട്ട് അതിനോട് പൊരുത്തപ്പെടും, അല്ലെ? അങ്ങനെയല്ലേ? ഒരു കാര്യം നമ്മൾ തുടർച്ചയായിട്ട് ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് തുടർന്ന് പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ചായ കുടിക്കുന്ന ആള്, ഷുഗർ കഴിക്കുന്ന ഒരാള്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. ഷുഗർ കഴിക്കുന്ന ഒരാള്, ഒരു ഡോക്ടർ പറയാണ് നിങ്ങളുടെ ഷുഗർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഒരു 2-3 ദിവസം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഷുഗർ എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലർ ആണ്, അല്ലെ? നമ്മുടെ ഡ്രഗ്സ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ആൽക്കഹോള് പോലെ തന്നെ എന്താ പറയാ, നമ്മൾക്ക് അഡിക്ഷൻ ഉള്ള ഒരു കാര്യമാണ് ഷുഗർ എന്ന് പറയുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ എത്ര ഷുഗർ അല്ലെ? നമുക്കൊരു അഡിക്ഷൻ ആണ്, അല്ലെ? ഇപ്പൊ രാവിലെ നമ്മൾ ചായ ഞാൻ 6 മാസമായി കട്ട് ചെയ്തിട്ട് അല്ലെ? രാവിലെ നമ്മൾ ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന വരാം. ചായ കുടിക്കും, പക്ഷെ അത് ഷുഗർ ഇട്ടിട്ടില്ലെങ്കിൽ അവർക്ക് തലവേദന വരാം. കാരണം അതൊരു അഡിക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കെമിക്കൽ, ഒരു കണ്ടന്റ്, ഒരു മോളിക്യൂൾ ഉണ്ട് ഷുഗറിൽ. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യത്തെ, ഇപ്പൊ നമ്മള് മദ്യം കുടിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാള്, അതേപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും ഈ ഷുഗർ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് നമ്മളൊരു 10 ദിവസം 15 ദിവസം നമ്മളൊന്ന് അത് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. അതില്ലാതെ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ,
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഷുഗർ കണ്ടന്റ്, അതായത് നമ്മുടെ ഞാൻ പറയാമല്ലോ നമ്മുടെ ഏറിയ ഇതിലും നമ്മൾ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, ഇതിന്റെ യൂസേജ് കുറയ്ക്കുക. കാരണം ഇത് ഫാറ്റ് ഡെപ്പോസിഷൻ ആണ് ഉണ്ടാക്കുക. നമ്മള് ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ കഴിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് എന്താവില്ല, ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായിട്ട് ചിലപ്പോൾ നടന്നെന്ന് വരില്ല. പക്ഷെ ഷുഗർ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ കഴിച്ചാല് അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഡെപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് ഷുഗറിന്റെ കണ്ടന്റ് കുറയ്ക്കാനും ഷുഗർ അവോയ്ഡ് ചെയ്യാനും ഡോക്ടേഴ്സ് ഒക്കെ രോഗികളോട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ അളവ് പതുക്കെ കുറഞ്ഞു വരിക. ചെയ്യാത്തവരുണ്ട്. എന്താണ്? പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നല്ലേ? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, എന്തായാലും ഷുഗർ വരും എന്ന് പറഞ്ഞിരുന്നു. പ്രഗ്നൻസി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഒരു മെഡിസിൻ കഴിച്ചിരുന്നു. ആ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷുഗർ വരും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പാരമ്പര്യമായിട്ട് ഷുഗർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ചായയിലൊന്നും മധുരട്ട് യൂസ് ചെയ്യൂല. പിന്നെ എപ്പോഴെങ്കിലും ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കുന്നല്ലാതെ വേറെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഈ മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസ് ഒക്കെ അതും ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഉദാഹരണമാണ് കേട്ടോ. മൈഗ്രെയിൻ ഉണ്ടല്ലോ, ചെന്നിക്കുത്ത് എന്ന് പറയും. അതൊക്കെ തെറ്റായിട്ടുള്ള ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടൊരു കാര്യം, നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയും കൂടെ അതിന്റെ കൂടെ ഒരു എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വ്യത്യാസം കാണുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയാനായിട്ട് പാടില്ല. ഇപ്പൊ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരാണെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന റിസൾട്ട്, ഇപ്പോ ഒരു മാസം കൊണ്ട് 5 കിലോ കുറച്ചു, അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് 5 കിലോ കുറച്ചു, ആ ഒരു വെയിറ്റ് ലോസിന് അധികം നാള് ഒരു ഇതുണ്ടാവില്ല, ആയുസ് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്ത് കാര്യമാണെങ്കിലും അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുക. അതിനുവേണ്ടി കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. നമ്മുടെ ടൈം കഴിഞ്ഞു. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? മാം, ഞാനാണ് നീതു. ഓക്കെ. I hear thunder, I hear thunder, hold on you, pitter patter rainbows, pitter patter rainbows, I went through, so are you, thank you. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ, ഫ്രൈഡേ കാണാം. Okay. Thank you, madam. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.